നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ സാധിക്കില്ല. ഇന്ന് എന്തിനും ഏതിനും സോഷ്യൽ മീഡിയ ആണ്. മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിൽ വൈറലാകുന്നതിനേക്കാൾ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളും അതുപോലെ തന്നെ പല കാര്യങ്ങളും പ്രചരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും അതുവഴി ഒരു താരമാകാനും എന്ത് കോപ്രായവും കാണിക്കുന്ന ഒരു തലമുറയുള്ള കാലഘട്ടമാണിത്. ആളുകളുടെ ലൈക്ക് കിട്ടണം, കൂടുതൽ ആളുകൾ വീഡിയോ കാണണം, കമന്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്തേലും ചെയ്യാൻ ഒരു കൂട്ടർ ഒരുങ്ങുന്നത്. നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുന്നവരുണ്ട്, റീൽസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് തരാൻ വേണ്ടി വീഡിയോസ് എടുക്കുന്നവരുണ്ട്. പക്ഷെ അതിനപ്പുറം പല രീതിയിൽ ആളുകളുടെ ലൈക്ക് കിട്ടാൻ അല്ലെങ്കിൽ എല്ലാവരുടെ ഇടയിലും ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും കാണിച്ചു കൂട്ടാൻ, അതിപ്പോ ഒരു അപകടം വിളിച്ചു വരുത്തുന്ന കാര്യമാണെങ്കിൽ പോലും അതും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇന്ന് ഒരു കൂട്ടർ. ഇന്ന് അതിപ്പോ നമ്മുടെ നാട്ടിൽ നിന്നല്ല, അത് ലോകത്തിന്റെ പല കോണുകളിലും ഇന്ന് അത് നടക്കുന്നുണ്ട്. കാരണം അവിടെയൊക്കെ നമ്മുടെ രാജ്യത്തിന് പുറത്ത് വൈറലാകുന്ന പല വീഡിയോകളും നമ്മൾ ഇവിടെ ഇരുന്ന് കാണാറുണ്ട്. ചിലപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് അവർ കാണിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ നമ്മളത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്തരത്തിൽ വൈറലാകാൻ ശ്രമിച്ച അഴിക്കുള്ളിലായ ഒരു ആരോഗ്യ പ്രവർത്തകയുടെ വാർത്തയാണ് ജോർജിയയിൽ നിന്ന് വരുന്നത്. അതായത് ഈ ദിവ്യാംഗരായ രോഗികളുടെ തലയിൽ കയറിയിരുന്ന റീൽസ് ചിത്രീകരിച്ച ആരോഗ്യ പ്രവർത്തകയാണ് പിടിയിലായിരിക്കുന്നത്. 19കാരിയായ ലുക്രേസിയ കൊയാനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ലോഗൻ വില്ല പോലീസാണ് വീഡിയോ ആധാരമാക്കി ഇവരെ പിടികൂടിയത്. ഇതിന് പിന്നാലെ ഇവരെ വാൾട്ടൺ കൗണ്ടി ജയിലിലാക്കുകയും ചെയ്തു. യൂണിഫോമും സ്റ്റെതസ്കോപ്പും അണിഞ്ഞാണ് ഇവരുടെ വൾഗർ ഡാൻസ്. ഈ വീഡിയോ കണ്ടാൽ നമുക്കറിയാം വളരെ കോപ്രായം കാണിച്ചുകൊണ്ടാണ് ഇവർ ആ വീഡിയോ ചെയ്യുന്നതും. അതും രോഗികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെന്നിരുന്ന് അവരുടെ തലയിൽ കയറിയിരുന്നൊക്കെയാണ് ഇത്തരത്തിൽ അവര് ഒരു ഡാൻസ് ചെയ്യുന്നത്. വീൽ ചെയറിലിരിക്കുന്ന രോഗികളുടെ തലയിൽ കയറിയിരുന്നാണ് ഇവരുടെ അശ്ലീല ഡാൻസ്. കണ്ണാടി വഴി ചിത്രീകരിക്കുന്നതും ഇവർ തന്നെയാണ്. ആ സമയം വേറെ ആരും അവിടെ ഇല്ല എന്നുള്ളതാണ് ആ വീഡിയോയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ വേറൊരു രോഗിയുടെ അവര് ബാത്ടബിൽ കുളിക്കുന്ന മറ്റൊരു രോഗിയുടെ തലയ്ക്ക് മുകളിൽ കയറിയിരുന്നും ഇവർ ഡാൻസ് ചെയ്ത് വീഡിയോ ചിത്രീകരിക്കുന്നതും നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. അതും അവർ തനിയാണ് ചിത്രീകരിക്കുന്നത്. ഇതിൽ ആ രോഗി അസ്വസ്ഥനാകുന്നതും കാണാമായിരുന്നു. അദ്ദേഹം തല കുനിച്ച് ആണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഒട്ടും അവിടെ ഒരു അസ്വസ്ഥനായിട്ടിരിക്കുന്ന ദൃശ്യമാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇവരെ 6 ലക്ഷം രൂപയുടെ ബോണ്ടിൽ ജാമ്യം നൽകി പുറത്തുവിട്ടതായി വിവരമുണ്ട്. കാരണം ഈ ഒരു വീഡിയോ വൈറലായപ്പോൾ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങളും ഉയർന്നിരുന്നു. അത് രോഗികളുടെ അടുത്താണ്. ഒരു നഴ്സ് ഇത്തരത്തിൽ വളരെ അശ്ലീലം നിറഞ്ഞ ഒരു ഡാൻസ് ഇവരുടെ തലയിൽ കയറിയിരുന്നും അല്ലെങ്കിൽ അവർ കുളിക്കുന്ന സമയത്തും കയറിയിരുന്നും ചെയ്യുന്നത് വലിയ രീതിയിൽ വിമർശനമായിരുന്നു ഉയർത്തിയിരുന്നത്. വൈറലാകാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ അവരെ അഴിക്കുള്ളിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇത്തരത്തിൽ ചെയ്യുന്നവർ പല അപകടങ്ങളും ഇങ്ങനെ വിളിച്ചു വരുത്താറുണ്ട്. അതിന് ഉദാഹരണങ്ങൾ നിരവധിയാണ്. മരണം വരെ സംഭവിക്കാറുണ്ട്. നമ്മൾ ചിലത് കാണാറുണ്ട്. ഈ ട്രെയിനൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിന് പുറത്തേക്ക് നിന്നിട്ട് ഡാൻസ് ചെയ്യുക, അതായത് ഈ കമ്പിയിൽ പിടിച്ചു നിന്നിട്ട് ശരീരഭാഗം പുറത്തേക്ക് നിർത്തി ഡാൻസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ പോകുന്ന പോസ്റ്റിൽ ഇടിച്ച് അവിടെ മരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ബൈക്കുകള്, കാർ റേസിങ്, അതൊക്കെ വഴി ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. വെറും വൈറലാകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ, ഒരു കൂട്ടം ആളുകൾ കാണാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാക്കാൻ തയ്യാറാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു മനോനിലയുള്ള ആളുകൾ. ഏതായാലും ഈ ഒരു വീഡിയോയും വൈറലായിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനമാണ് ആളുകൾക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.